പിള്ളേര് വരുന്നുണ്ട് കേട്ടോ. ആ എന്തായണ ആസിഫിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഇല്ല ചേ, ഹോസ്പിറ്റലിലേക്ക് പിന്നെ അവൻ തിരിച്ചു വന്നിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല. ആസിഫ് മുങ്ങിയത് തന്നെയാ, അതിലൊരു സംശയവുമില്ല. കുഴിയിൽ ഡെഡ് ബോഡി പൊങ്ങിയ കാര്യം അവൻ അറിഞ്ഞു കാണുവോ? അതുകൊണ്ടാണ് അവൻ മുങ്ങിയത്. ഏയ്, ഡെഡ് ബോഡി പൊങ്ങിയത് ആസിഫിന്റെ മുങ്ങലുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ചേ. പുഴയിൽ വീണ് ജീവൻരാജ് മരിച്ചാലും ഇനി തിരിച്ചു വന്നാലും ആസിഫ് എന്തിനാ പേടിക്കുന്നേ? ആസിഫിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിന്റെ കയ്യിൽ അതിന് ഉത്തരം ഉണ്ടല്ലോ പവിത്ര. എന്നാ പിന്നെ അവൻ എവിടെ പോയെന്ന് നീ തന്നെ ഒന്ന് പറ. അതെങ്ങനെ എനിക്കറിയാൻ പറ്റും ആന്റി? ഞാനിവിടെ നിങ്ങളോടൊപ്പം തന്നെ ആയിരുന്നില്ലേ? ആസിഫ് ആശുപത്രി കിടന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ ബോറടിയെ പോലീസുകാർ മാറ്റിക്കോളും. മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് മഞ്ചാടിയും അവിടെ അച്ഛനും CA സാറിനോട് ജീവനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. സാർ അവർക്ക് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ആസിഫിനെ കാണാനില്ലെന്ന കാര്യം മഞ്ചാടിക്ക് അറിയോ ചേ? അറിയാൻ വഴിയില്ല, ഞങ്ങള് പറഞ്ഞിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലുകാര് പോലീസിൽ അറിയിക്കാതിരിക്കുവോ? അതെ, അവനെ അവര് പൊക്കും. അതോടുകൂടി ജീവൻ രാജിന് എന്ത് സംഭവിച്ചെന്ന് ലോകം അറിയുകയും ചെയ്യും. അവൻ ഇതിൽ എന്തോ ഒരു കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്.